വേടനെ കുറിച്ചുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം. അപ്പോൾ ഇതാണ് ഒരു ദളിതൻ്റെ അവസ്ഥ. ഒരു തരത്തിലും ഒരു ദളിതനെ ഉയരാൻ അയക്കില്ല. അതാണ് ഇവിടുത്തെ നീതി നിയമമൊക്കെ. ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഇപ്പോഴും വല്ല പിയൂണോ വല്ല കമ്പൗണ്ടറോ വല്ല മറ്റേ ഹോസ്പിറ്റലിൽ അടിച്ച് സ്വീപ്പർ പണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള പണികൾ മാത്രം എടുത്താൽ മതി ദളിതന്മാർ എന്നുള്ളത് ചിന്താഗതിയിലുള്ള ആളുകളാണ്. അതുകൊണ്ട് ഒരു ദളിതനെ ഇപ്പോൾ പച്ചക്ക് തിന്നാൻ കിട്ടിയ സമയമാണ്. ഇപ്പോൾ ഒരു പീഡന കേസ് വന്നിട്ടാണ് ഇപ്പോൾ അവൻ്റെ ഇതിൻ്റെ മുമ്പേ പുലിപ്പല്ലി കേസ്, അതുപോലെ തന്നെ ലഹരി കേസ്, ഇതൊക്കെ ഈ വേടനെ വേട്ടയാടി അതിന്നൊക്കെ ഒരു മോശമൊക്കെ കിട്ടിയപ്പോൾ ഒന്നിങ്ങനെ ഒരു സുഖമായിട്ട് ഇങ്ങനെ അടുത്ത പ്രോഗ്രാം സീസൺ വരുന്നത് കാത്തു വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ടൈമിലാണ് വീണ്ടും അവൻ്റെ പേരിലൊരു കേസ്, വേടൻ്റെ പേരിലൊരു കേസ്. അപ്പോൾ ഒരു ദളിതനെ ഒരു തരത്തിലും വിജയിക്കാൻ അയക്കില്ല. കാരണം ഇന്നിപ്പോൾ ലോകമെമ്പാടും അറിയുന്നൊരു പാട്ടുകാരനാണ് വേടൻ എന്ന് പറഞ്ഞ വ്യക്തി. അയാൾ പിടിച്ചു പറ്റിയ സ്ഥാനം ഇന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റും അതുപോലെ തകർക്കാനുള്ള പരിപാടികളാണ് ഇതൊക്കെ. ഇതൊക്കെ ആരെ ഗൂഢാലോചനയാണ്, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു ദളിതനെ നിങ്ങൾ എങ്ങനെ വിചാരിച്ചാലും തളർത്താൻ പറ്റില്ല. കാരണം ഉപ്പ് തിന്നവനെ വെള്ളം കുടിക്കേണ്ടുള്ളൂ. കാരണം ഈ 2001 മുതൽ 2021 മുതൽ 2023 വരെ ഈ വ്യക്തിയായിട്ട് പല ബന്ധങ്ങളും ഉണ്ടായിട്ട് ഇപ്പോൾ ഈ 2023 25 ആയി, ഈ 25 ഇത് പീഡനമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ ആ പറഞ്ഞ കേസ് കൊടുത്ത വ്യക്തി ഇതുവരെ അത് പീഡനമാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു പീഡന കേസായിട്ട് വന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കേസ് എവിടെ എത്താൻ പോകുന്നില്ല. കാരണം ഇത് നിയമത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അത്യാവശ്യം ബുദ്ധിയും വിവരമുള്ള ഒരു ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടർക്ക് ആലോചിച്ചാൽ കിട്ടും ഇത് അങ്ങനെ ചെയ്ത സമയത്ത് ഇത് കൊടുത്തിട്ടാണെങ്കിൽ എൻ്റെ വേടൻ ഇപ്പം ഇന്ന് എന്തായാലും അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം. പക്ഷേ ഇപ്പോൾ ഈ 2021 മുതൽ 2023 വരെ ഇത് ഒന്നുമല്ല. ഇപ്പോൾ 2025 ഏകദേശം 5 വർഷത്തിന് അടുത്തായി. ഇപ്പോഴാണ് പരാതി വരുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും ഇത്, കാരണം ഇത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു കേസ് ഏത് പൊട്ടനും അറിയാം ഇതൊരു ആളെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കേസുകളാണ്, ആളെ തളർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കേസുകളാണെന്ന്. എന്തായാലും ഒരു ദളിതനെ തകർക്കാൻ ആർക്കും കഴിയില്ല.